നമസ്കാരം. മധുവേട്ടന് നമസ്കാരം. ബാക്കി പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആദ്യം തന്നെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കട്ടെ. കാരണം ഇന്നത്തെ കാലത്ത് സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഉള്ള മനസ്സ് വളരെ ചുരുക്കം പേർക്കേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ളൊരു അവബോധം സൃഷ്ടിക്കുന്ന ഒരു വെബിനാറാണിത്. അപ്പോ ഈ സ്വസ്തി ഫൗണ്ടേഷനും അതുപോലെ തന്നെ അമ്മയോട് ചേർന്ന് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന IRIA അവരോടും അമ്മ അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനോടും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. നേരത്തെ മധുവേട്ടനും സാജൻജിയൊക്കെ പറഞ്ഞ പോലെ അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. സാജൻജി പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാൻസർ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി അതിന്റെ കൂടെ ഉണ്ടാവും. അതിന് പല പല കാരണങ്ങളുണ്ട്. കാരണം പലർക്കും സാമ്പത്തികമായിട്ട് അസുഖം വന്ന് വേദന അനുഭവിക്കുന്നതിനേക്കാളും എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ പലതരത്തിലുള്ള പേടികളാണ് ക്യാൻസർ എന്നുള്ളൊരു വാക്കിലൂടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോ എന്താ പറയാ, ആ പേടി ഇല്ലാതാവാൻ എന്താ പറയാ, ആദ്യം ചെയ്യേണ്ടത് തന്നെ എന്നെ ഏറ്റവും സമാധാനിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 90% ഇത് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അപ്പോ ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ അവബോധത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തിനാണെന്നുള്ളതിന്റെ മഹത്വം അതിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അത് ആർക്കും ഈ അസുഖം വരാതിരിക്കട്ടെ, വരികയാണെങ്കിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എൻ്റെ പ്രാർത്ഥനയാണത്. ഓരോ സമയത്തും മധുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈശ്വര ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണേ, അത് എത്രയും പെട്ടെന്ന് മാറണേ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ് നമ്മൾ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റേജിൽ കടന്നു പോവാതെ എല്ലാവർക്കും ആദ്യ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും അത് മാറ്റാനും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന. പിന്നെ ശരിയായ ഭക്ഷണക്രമത്തിന്റെ കാര്യങ്ങളുണ്ട്, വ്യായാമത്തിന്റെ കാര്യങ്ങളുണ്ട്. അതൊക്കെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി പല 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 അസുഖങ്ങൾക്കും അതൊരു നല്ല പ്രതിവിധിയാണ്. നല്ല ഭക്ഷണക്രമം, ആരോഗ്യം നല്ലോണം സൂക്ഷിക്കേണ്ടത്, സ്ട്രെസ് ഇല്ലായ്മ, ഉറക്കം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാവർക്കും അതൊരു ആവശ്യമുള്ള കാര്യമാണ് എന്നുള്ള അവബോധം അതും സൃഷ്ടിക്കപ്പെടട്ടെ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനും പ്രാർത്ഥിക്കാനുമുള്ളത്. ഒരിക്കൽ കൂടി ഇതിന്റെ പിന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തന്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, എൻ്റെ സല്യൂട്ട്സ്. താങ്ക് യു. പ്രിയപ്പെട്ട ശരത്താസ്. വളരെ നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള വാക്കുകൾ വളരെ പ്രസന്നവതനായി നമ്മളോട് അവതരിപ്പിക്കുകയും നമ്മുടെ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശരത് സാർ ഇത്രയും സമയം നമ്മളോടും ചെലവഴിച്ചതിൽ ഏറെ സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊള്ളട്ടെ, എനിക്കൊരു ഇതുണ്ട്. കാരണം മനുഷ്യര് സ്പേസിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു. അതിനപ്പുറമുള്ള ഗ്രഹങ്ങളിലേക്ക് വരെ എന്താ പറയാ, മെഷീൻസ് എല്ലാം എത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ, ഈ മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ ഇപ്പോ ഇത്രയും കലുഷിതമായ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും സയൻസും ഒക്കെ ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അപ്പോ ഇത് കാണുന്ന എന്താ പറയാ, ഇതായിട്ട് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേദന ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ക്യാൻസർ സെക്കൻഡ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നുള്ളതും കൂടിയുണ്ട് ഈ പ്രാർത്ഥനയിൽ.